വേനൽ അവധിക്ക് വിട നൽകി വിദ്യാർത്ഥികൾ വീണ്ടും അക്ഷരമുറ്റത്ത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നവാഗതരായ കുരുന്നുകളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മധുരം നൽകിയാണ് സ്വീകരിച്ചത്. വിവിധ ജില്ലകളിലെ പ്രവേശനോത്സവം മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഏറെ ആവേശവും കൗതുകവും ഒരല്പം നൊമ്പരവും ഒക്കെ ആയിട്ട് പ്രവേശനോത്സവം കളറായിരിക്കുകയാണ്. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ളവർ നേരിട്ടെത്തി കുരുന്നുകളെ സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു വർഷം നീളുന്ന വിവേകത്തിന്റെയും വിജ്ഞാനത്തിന്റെയും അധ്യയന യാത്രയ്ക്ക് കൂടി ഇവിടെ തുടക്കമായിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ പ്രവേശനോത്സവത്തെ അക്ഷരാർത്ഥത്തിൽ ഉത്സവമാക്കി. കൊട്ടാരക്കര താമരക്കുടി സ്വദേശി ഭദ്രാഹരി തയ്യാറാക്കിയ ദൃശ്യാവിഷ്കാരത്തോടെയായിരുന്നു കലാപ്രകടനങ്ങളുടെ തുടക്കം. അക്ഷരലോകത്തേക്ക് ചുവടുവെക്കുന്ന കുരുന്നുകളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ക്ലാസ് മുറികളിലെത്തിയാണ് സ്വീകരിച്ചത്. അധ്യാപകർ തയ്യാറാക്കിയ തൊപ്പിയണിഞ്ഞും മധുരം നൽകിയും കുട്ടികളെ മന്ത്രി പ്രധാന വേദിയിലേക്ക് ആനയിച്ചു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സന്തോഷമുണ്ടാകുമ്പോൾ തന്നെ കൂടെ തന്നെ ആശങ്കയും ആകാംക്ഷയുമെല്ലാം ഉണ്ടാകും. അതൊക്കെ മാറ്റിയെടുക്കാൻ കൗതുകത്തിൻ്റെയും ജിജ്ഞാസയുടെയും അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനും എല്ലാ സ്കൂളിലും കൂട്ടായ ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഉൾപ്പെടെയുള്ളവരും വിദ്യാർത്ഥികൾക്ക് ആശംസ നേർന്നു. വിവിധ ജില്ലകളിൽ മന്ത്രിമാരും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി. അതിജീവനത്തിന്റെ പാഠവുമായി വെള്ളാർമല സ്കൂളിലെ കുഞ്ഞുങ്ങളും പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അവ്യക് ഇത്തവണ പാലക്കാട് മുണ്ടൂർ ഹൈസ്കൂളിലാണ് 5ാം ക്ലാസ്സിലേക്ക് കയറുന്നത്. ഉരുൾപൊട്ടലിൽ അവ്യക്തിന് അച്ഛനെയും സഹോദരിയെയും നഷ്ടപ്പെട്ടിരുന്നു. കോഴിക്കോട് നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ മുഖ്യാതിഥിയായത് ഐപാൽ എന്ന റോബോട്ടാണ്. റോബോട്ടിനോട് മിണ്ടിയും പറഞ്ഞും ഫോട്ടോയെടുത്തും പ്രവേശനോത്സവം വിദ്യാർത്ഥികൾ കളറാക്കി. സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം 3000-ലധികം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യയും നൽകിയാണ് പരിപാടികൾക്ക് സമാപനമായത്. ഒട്ടനവധി വ്യത്യസ്തതകളുള്ള ഒരു അധ്യയന വർഷത്തിനാണ് തുടക്കമാവുന്നത്. കുസൃതിയും കളിച്ചിരിയും ഒക്കെയായി ക്ലാസ് മുറികൾ വീണ്ടും കുട്ടികളുടെ ശബ്ദത്താൽ വിഹരിതമാവുകയാണ്. ആലപ്പുഴയിൽ നിന്നും ദീപക്കിനും ശ്രീകുമാറിനും ഗോകുൽ രമേശിനുമൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.